ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി കൊണ്ടുവന്ന സായിപ്പിനെ അടക്കിയ കല്ലറ കാണാനാണ് പോകുന്നത്. അപ്പോൾ ജോൺ ജോസഫ് മർഫി സായിപ്പ് എന്ന സായിപ്പാണ് ഇന്ത്യയിൽ ആദ്യം റബ്ബർ കൃഷി കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ആ സായിപ്പിൻ്റെ കല്ലറ കാണാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും ഉണ്ട്. എൻ്റെ ഫ്രണ്ട് സിജിമോനാണ് നമ്മളെ ഈ കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സിജിമോനോട് ചോദിക്കാം. അപ്പോൾ റബ്ബർ തോട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ദൈനംദിനം അനുവർത്തിക്കപ്പെടുന്ന ഒരു കാർഷിക പ്രവൃത്തിയാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. റബ്ബർ മരങ്ങളിൽ മുറിവേൽപ്പിക്കുക, അതായത് കൺട്രോൾഡ് ബൗണ്ടിങ് എന്നാണ് ഈ ടാപ്പിംഗ് രീതിയെ പറയുന്നത്. ഇന്ത്യയിൽ 18 സ്ഥലങ്ങളിലാണ് റബ്ബർ ടാപ്പിംഗ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. റബ്ബറിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കറയുണ്ടെങ്കിലും അത് റബ്ബർ ടാപ്പിങ്ങിലൂടെ മാത്രമേ ആ കറ നമുക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. റബ്ബർ ടാപ്പിങ്ങിലൂടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് റബ്ബർ പാലാണ്. പിന്നെ നമുക്ക് ലഭിക്കുന്നത് ട്രീ ലൈസ്, വള്ളിപ്പാൽ എന്ന് പറയുന്നു, കപ്പ് ലെം, ചിരട്ടപ്പാൽ എന്നിവയാണ് നമുക്ക് റബ്ബർ മരത്തിൽ നിന്നും ലഭിക്കുന്നത്. ടാപ്പിങ്ങിനായി പലതരം കത്തി ഉപയോഗിക്കുമെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മിച്ചി ഗോലഡ്ജ് എന്ന കത്തിയാണ്. റബ്ബർ മരം ടാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ഈ ടാപ്പിംഗ് കത്തി. ഒന്നിടവിട്ട ദിവസങ്ങളിൽ മരത്തിൻ്റെ പകുതി ഭാഗങ്ങളിൽ ചെയ്യുന്ന ജോലിയാണ് ടാപ്പിംഗ് എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതട തീരത്താണ് റബ്ബർ മരങ്ങൾ ആദ്യമായി കണ്ടത്. ഹീവിയ ബ്രസീലിയൻസ് എന്ന ശാസ്ത്രനാമത്തിലാണ് റബ്ബർ മരങ്ങളെ അറിയപ്പെടുന്നത്. ജോൺ ജോസഫ് മർഫി എന്ന ആളാണ് കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി കൊണ്ടുവന്നത്. കോട്ടയം ജില്ലയിൽ കൂട്ടിക്കൽ എന്ന ഭാഗങ്ങളിലാണ് റബ്ബർ കൃഷി ആദ്യമായി ചെയ്ത സ്ഥലങ്ങൾ എന്നറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ വി ആകൃതിയിലുള്ള ഹെറിംഗ് ബോൺ എന്ന ടാപ്പിംഗ് രീതിയാണ് നടത്തിയിരുന്നത്. പിന്നീടാണ് നമ്മുടെ ഇപ്പോഴത്തെ രീതിയിലുള്ള ടാപ്പിംഗ് നിലവിൽ വന്നത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ എച്ച്.എൻ. റെഡ്ലി എന്ന ആളാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള റബ്ബർ മരങ്ങൾ കണ്ടുപിടിച്ചത്. ഇന്ത്യയിലെ കാലാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ടാപ്പിങ്ങിനായി പുതിയതായി തിരഞ്ഞെടുക്കുന്ന മാസം എന്ന് പറയുന്നത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. അതിരാവിലെ ചെയ്യുന്ന ടാപ്പിംഗ് രീതിക്കാണ് ഏറ്റവും കൂടുതൽ ആദായം ലഭിക്കുന്നത്. റബ്ബർ മരങ്ങളിൽ ടാപ്പ് ചെയ്യുന്ന പട്ടയ്ക്ക് വെർജിൻ ബാർക്ക് അഥവാ അസൽ പട്ട എന്ന് പറയുന്നു. റബ്ബർ പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന സംരക്ഷക വസ്തുവാണ് അമോണിയ. 100 ലിറ്റർ റബ്ബർ പാലിന് ഉപയോഗിക്കുന്നത് 1 കിലോ അമോണിയയാണ്. നിലവിൽ ടാപ്പിംഗ് ജോലി ചെയ്യുന്നവർക്കും പുതുതായി ഈ രംഗത്ത് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ പരിശീലനം നൽകാനായി വിപുലമായ സൗകര്യങ്ങൾ റബ്ബർ ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ടാപ്പിംഗ് പരിശീലന പരിപാടികൾ റബ്ബർ ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഒരാൾ ഒരു ദിവസം ടാപ്പ് ചെയ്യുന്ന മരങ്ങളുടെ എണ്ണത്തെയാണ് ടാപ്പിംഗ് ടാസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരാൾ 300 മരം വരെയാണ് ഒരു ദിവസം ടാപ്പ് ചെയ്യാറുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ചെയ്ത സ്ഥലമാണ് ഇതൊക്കെ. ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കൂട്ടിക്കൽ എന്ന സ്ഥലത്താണ്. നമ്മൾ ആ വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതല്ലേ? ഓ, അത് കൊള്ളാലോ. അത് നമ്മൾ വെമ്പിളി അല്ലേ? വെമ്പിളി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ള. അതെ ചെയ്തിട്ടുള്ള. വെമ്പിളി 3-4 നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ 3-4 പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ. അതെ, ശരിയാ. ഇവിടെ എന്നാൽ വെമ്പിളി കാണാം അല്ലേ? ഇവിടെ കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോകണം, എന്നാലേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ഇനി കുറച്ചും കൂടെ പോകണം. കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. പോരെ. അപ്പോൾ അത് നമ്മുടെ ഇതാണെന്ന് തോന്നുന്നു കല്ലറ കേട്ടോ. അത് തന്നെ ആ കാണുന്ന കല്ലറ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. മതിലൊക്കെ കെട്ടിയിട്ടിരിക്കുമല്ലോ. മതിൽ കെട്ടിയിട്ടേക്കോ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണേ. ഇതല്ലേ? ഇതാ. ഇതിപ്പോൾ ഇവിടെ കയറാൻ പറ്റത്തില്ല, ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലേ? ഇത് ഗേറ്റെല്ലാം പൂട്ടി പ്രൈവറ്റ് ആയിട്ടുള്ള ആയതുകൊണ്ടേ. ഇതാണ് കല്ലറ. അതെ, ഇവിടെ കാണിച്ചു നോക്ക്. ഇതാണ് സായിപ്പിനെ അടക്കിയ കല്ലറ. എല്ലാം കാട് പിടിച്ച് കിടക്കുക. മൊത്തം കാട് പിടിച്ച് കിടക്കുക. ആൾക്കാരധികം വരുന്നില്ലല്ലോ.